കോഴിക്കോട് വളയത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്ന് അപകടം. 2 തൊഴിലാളികൾ മരിച്ചു. തൊഴിലാളികളായ വിഷ്ണു, നവജിത്ത് എന്നിവരാണ് മരിച്ചത്. വീടിന്റെ സ്ലാബ് തകർന്നാണ് അപകടം. കൊമ്മത്തുപൊയിൽ ശ്രീജേഷിന്റെ വീടാണ് തകർന്നത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്തിലേക്ക് വരും മുമ്പ് ആ പ്രതികരണത്തിലേക്ക്, അപകടത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ശബ്ദത്തോടു കൂടിയാണ്, ഭയങ്കര സൗണ്ടായിരുന്നു. പിന്നെ സ്ലാബിൻ്റെ അടിയിൽ ഒരാൾ വിട്ട് 3 പേര് പുറത്താണുള്ളത്. അവരെല്ലാം ഞങ്ങൾ സ്ലാബ് പൊക്കിയെടുത്തു ഒരാളാണ്. പിന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ വളയത്തുണ്ടായിട്ടുള്ളത്. വളയത്ത് മാരാങ്കണ്ടിയിൽ കൊമ്മോട്ടുപൊയിൽ നാണു എന്ന് പറഞ്ഞയാളുടെ വീടിന്റെ തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കെ 2ാം നിലയിലുള്ള സ്ലേബ് തകർന്നു വീഴുകയായിരുന്നു. കൊമ്മോട്ടുപൊയിൽ നവജിത്ത്, അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള 2 പേരെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെ, എന്താണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? കോകുൽ, 2 പേരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. ചാലിൽ ലിഗേഷ്, രജിൽ കുറുവന്തേരി എന്നിങ്ങനെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. ഇവർക്ക് ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഗോകുൽ ചോദിച്ചതുപോലെ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണങ്ങൾ, അത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഈ സ്ലാബ് തകർന്നു വീണ് 2 പേരുടെ മരണത്തിനിടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത്. ഈ മേഖലയിൽ ഒരു വീടിന്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ 4 പേരാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ സൺഷെയ്ഡ് തകർന്ന് ഇവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിൽ ഒരാൾ ഈ സൺഷെയ്ഡിന്റെ അടിയിൽ കുടുങ്ങി. മറ്റൊരാളുടെ ദേഹത്ത് ഈ സൺഷെയ്ഡ് തട്ടിയിരുന്നു. അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നവജിത്ത്, വിഷ്ണു എന്നിങ്ങനെയാണ് ഇവരുടെ പേര്. അതിൽ ഈ നവജിത്തിന്റെ ചേട്ടന്റെ വീടിന്റെ പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് അവിടെ ഇതിന്റെ ജോലികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നതും. ഏതായാലും വളരെ ദാരുണമായ ഒരു അപകടം, 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ നിലവിൽ അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഗൂഗിൾ.